ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റായിരുന്നു chi-square ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? സൈൻ ടെസ്റ്റ് ഉണ്ട്, റാങ്ക് കോറിലേഷൻ ഉണ്ട്, വിൽകോക്സൺ ഉണ്ട്, ക്രിസ്കൽ വാലിസ്, മാൻ വിറ്റ്നി, അങ്ങനെ ഒട്ടനവധി ടെസ്റ്റുകളുണ്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് chi-square ടെസ്റ്റാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അതിന് പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ വേണ്ട ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? പാരാമെട്രിക് ടെസ്റ്റുകളാണ്. അതിന് വേണ്ട വിധം ഉള്ള ഡാറ്റ ലഭ്യമല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിലേക്ക് പോകുന്നത്. അതിൽ ഒരു ടെസ്റ്റാണ് സൈൻ ടെസ്റ്റ്. സോ വി ക്യാൻ സീ വാട്ട് ഈസ് സൈൻ ടെസ്റ്റ്, വാട്ട് ആർ ദ പെക്യുലർ ഫീച്ചേഴ്സ്, അസംഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് സൈൻ ടെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ സൈൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സൈൻ ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ എ സിംഗിൾ സാമ്പിൾ വിത്ത് സം ഹൈപ്പോത്തസിസ്ഡ് വാല്യൂ. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, സൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിലെ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഒരു ടെസ്റ്റാണ്. ആൻഡ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ എ സിംഗിൾ സാമ്പിൾ വിത്ത് സം ഹൈപ്പോത്തസിസ്ഡ് വാല്യൂ. കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ സിറ്റുവേഷന് പകരമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വൺ സാമ്പിൾ ഓർ പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ്. ടി ടെസ്റ്റിന് പകരമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. വൺ സാമ്പിൾ ഓർ പെയർഡ് ടി ടെസ്റ്റ്. ടി ടെസ്റ്റുകൾ നമുക്കറിയാം, വൺ സാമ്പിൾ ഉണ്ട്, പെയർഡ് ടി ടെസ്റ്റ് ഉണ്ട്. അതിന് പകരമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടി ടെസ്റ്റ് നമുക്കറിയാം, സ്മോൾ സാമ്പിൾ ടെസ്റ്റാണ് ടി ടെസ്റ്റ്. ബിലോ 30 ആണ് നമ്മൾ ടി ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കണം. അങ്ങനെ കുറേ അസംഷൻസ് നമുക്കുണ്ട്. ആ അസംഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, സാമ്പിൾ സ്മോൾ ആണ് എങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? അതിന് പകരമായിട്ട് എന്ത് യൂസ് ചെയ്യും? സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സൈൻ ടെസ്റ്റ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, വൈഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ എന്ന് പറയുന്നത് കുറവാണ്. നമ്മൾ പറഞ്ഞു ടി ടെസ്റ്റിന് പകരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും വൈഡ്ലി യൂസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ പോലും ഇറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ കുറവാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ? ഇതൊരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സൈൻ ടെസ്റ്റ് എത്ര ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സൈൻ ടെസ്റ്റ് നമ്മൾ ടി ടെസ്റ്റിന് പകരം യൂസ് ചെയ്യുന്നതാണ്. പെയർഡോ അല്ലെങ്കിൽ സിംഗിൾ സാമ്പിൾ ടി ടെസ്റ്റിന് പകരം യൂസ് ചെയ്യുന്നതാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ അതിന് കുറവാണ്. ബട്ട് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ്. കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈൻ ടെസ്റ്റിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ദെൻ വി ക്യാൻ സീ വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ദി സൈൻ ടെസ്റ്റ്. അസംഷൻസ് എന്തൊക്കെയാണ്? First assumption, data distribution. The sign test is a non-parametric test, so we do not assume that the data is normally distributed. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു ടി ടെസ്റ്റിന് പകരം യൂസ് ചെയ്യുന്നതാണ് എന്ത്? സൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ടി ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ദ ഡാറ്റ ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അപ്പം അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടി ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ വി ഡോണ്ട് ഹാവ് എനി intention to use parametric test because the data is not normally distributed. Then second one endana? Two sample. Data should be from two samples. The population may differ for the two samples. എന്തുകൊണ്ടാണ് 2 സാമ്പിൾ വേണമെന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ സൈൻ ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ കമ്പാരിസൺ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സൈൻ ടെസ്റ്റിൽ നമ്മൾ കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. സോ വി ഷുഡ് ഗെറ്റ് ടു സാമ്പിൾസ് ഉണ്ടായിരിക്കണം. ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്ന്, 2 പോപ്പുലേഷനിൽ നിന്ന് എടുത്ത് 2 സാമ്പിളുകൾ തമ്മിൽ കമ്പാരിസൺ ആണ് നമ്മളെവിടെ ചെയ്യുന്നത്? സൈൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. ദെൻ ഫൈനലി ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ഷുഡ് ബി പെയർഡ് സാമ്പിൾ ഓർ മാച്ച്ഡ് സാമ്പിൾ. അതായത് നമുക്ക് എന്താണ്, 2 സാമ്പിൾ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കണം. എന്തെങ്കിലും 2 ബന്ധമുള്ള സാമ്പിൾസുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പയർ ചെയ്യണമെങ്കിൽ തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണം. ഓക്കെ, അതാണ് പറയുന്നത് ഡിപ്പെൻഡൻസ്. സോ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി
shouldn't be normal or normal ആവണമെന്ന് നിർബന്ധമില്ല. നോർമൽ ആണെങ്കിൽ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിനെ പോകുള്ളൂ, നോൺ പാരാമെട്രിക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യില്ല. സോ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ may not be normally distributed and it should have a two sample should be taken from two population and there should be some kind of dependency between the samples before and after samples. There should be some kind of dependency, some kind of comparison is made, so there should be some kind of relationship should be exist between the data. Okay, അപ്പോൾ അതൊക്കെയാണ് അസംഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഷുഡ് നോ അബൌട്ട് ദ ടൈപ്സ് ഓഫ് സൈൻ ടെസ്റ്റ്. ഏതൊക്കെയാണ് സൈൻ ടെസ്റ്റ്? നമുക്കറിയാം ടി ടെസ്റ്റ് പറയുന്ന പോലെ തന്നെ നമുക്ക് 1 സാമ്പിൾ ഉണ്ട്, 2 സാമ്പിൾ ഉണ്ട്, അതായത് പെയേർഡും ഉണ്ട് അൺപെയേർഡും ഉണ്ട്. 1 സാമ്പിളിൽ എന്താണ് ഹൈപ്പോത്തസിസ്. വി സെറ്റ് അപ്പ് ദ ഹൈപ്പോത്തസിസ് വാറ്റ് പ്ലസ് ആൻഡ് മൈനസ് സൈൻ ആർ ദ വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾസ്. ഓക്കെ, പെയർഡ് സാമ്പിളിൽ എന്താ ചെയ്യാം? ഓൾട്ടർനേറ്റീവ് സാമ്പിൾസ് ആണ്. ഇവിടെയും പ്ലസ് ആൻഡ് മൈനസ് തന്നെ സൈൻ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. എന്താണ് നമ്മൾ സൈൻ ടെസ്റ്റിൽ ഓരോ വാല്യൂവിൻ്റെയും സൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 സാമ്പിൾ ടെസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ 1 സാമ്പിൾ സൈൻ ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈപ്പോത്തസിസ്, നമ്മൾ ആദ്യം ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനോട് ഈക്വൽ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പം മ്യൂ സീറോ എന്ന് പറയുന്നത് 180 എന്നൊരു നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് നമ്മൾ നോക്കിയിട്ട് ആ 180, ചില ഒബ്സർവേഷൻസ് 184 ഉണ്ടാകും, അല്ലെങ്കിൽ 182 ഉണ്ടാകും, അല്ലെങ്കിൽ 179 ഉണ്ടാകും. അങ്ങനെ പല പല ഒബ്സർവേഷൻസ് നോക്കിയിട്ട് അത് ഈ 180നോട് കൂടുതലാണോ കുറവാണോ എന്ന ഒരു അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലാണെങ്കിൽ വി വിൽ പുട്ട് പോസിറ്റീവ് സൈൻ ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ ദ null hypothesis then we will keep a negative sign. അതാണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ ഫൈനലി നമ്മൾ എന്താ ചെയ്യുന്നത്? then test the null hypothesis that these plus and minus signs are values of a random variable. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചതാണ്. അപ്പോൾ സൈൻ ടെസ്റ്റിൽ നമ്മൾ സൈൻ കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ടെസ്റ്റ് എന്താണ് അവിടെ ചെയ്യുന്നത്? വി ആർ ജസ്റ്റ് ഡൂയിങ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 1/2. പി എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. പ്രോബ്ലം നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? പ്ലേയിങ് 4 റൗണ്ട് ഓഫ് ഗോൾഫ് അറ്റ് ദി സിറ്റി ക്ലബ് സെക്കൻഡ് പ്രൊഫഷണൽ ടോട്ടൽ. അപ്പോൾ അവിടെ ഗോൾഫ് കളിച്ചതിൻ്റെ ഒരു ഒബ്സർവേഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ ഒബ്സർവേഷൻസ് കൊടുത്തിട്ടുണ്ട്. യൂസ് ദ സൈൻ ടെസ്റ്റ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടു ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ദാറ്റ് ദ പ്രൊഫഷണൽ ഗോൾഫേഴ്സ്. അവിടെ തന്നെ അവർ ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്? മ്യൂ സീറോ ദാറ്റ് ഇസ് H0 എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? 284 ആണ്. 284 ആണ് H0 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? മ്യൂ സീറോ ഇസ് ഈക്വൽ ടു 284 ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ എങ്ങനെ വെക്കും? H0 ലെസ് ദാൻ 284. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ആവറേജ് ഷുഡ് ബി ഈക്വൽ ടു 284 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ആവറേജ് ഷുഡ് ബി ഈക്വൽ ടു 284 ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഷുഡ് ബി ലെസ് ദാൻ 284 എന്ന് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈപ്പോത്തസിസ് വെക്കാൻ ഈസിയാണ്. ഇപ്പോൾ സൊല്യൂഷൻ നോക്കുക. അവിടെ ഹൈപ്പോത്തസിസ് രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഹൈപ്പോത്തസിസ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മളെടുത്ത് ഇങ്ങോട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. H0 എന്ന് പറയുന്നത് ഈക്വൽ ടു 284ഉം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ലെസ് ദാൻ 284. ഇനി നമുക്ക് ചെയ്യാൻ ഒരു പാടില്ല. റീപ്ലേസ് ഈച്ച് വാല്യൂ ഗ്രേറ്റർ ദാൻ 284 വിത്ത് പ്ലസ് സൈൻ ആൻഡ് ഈച്ച് വാല്യൂ ലെസ് ദാൻ 284 വിത്ത് നെഗറ്റീവ് സൈൻ. അത്രയും മാത്രമാണ് നമ്മൾ സൈൻ ടെസ്റ്റിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സൈൻ ടെസ്റ്റ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ ഒബ്സർവേഷൻ നോക്കാം. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്താണ്? 280 ആണ് ഫസ്റ്റത്തെ ഒബ്സർവേഷൻ. അപ്പം നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നൾ ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്ത് 284 എന്നാണ്. അപ്പോൾ 280 ഈസ് ലെസ് ദാൻ 284, സോ വി വിൽ പുട്ട് a നെഗറ്റീവ് സൈൻ. ഫസ്റ്റ് വൺ നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ടു. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? 282 ആണ്. 282 is also less than 284, so we will put another negative sign. ദെൻ അടുത്ത എന്താ വന്നേക്കുന്നത്? 290 ആണ്. അപ്പോൾ 290 എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 284, so we can put a positive sign.
അങ്ങനെയാണ് ഇതിൻ്റെ സൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു സംശയമായിരിക്കും എന്ത്, അപ്പോൾ 284 തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? 284 തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യും, ഒന്നും ഇടില്ല, അല്ലെങ്കിൽ 0 എന്നിടും. ഒന്നെങ്കിൽ നമുക്ക് 0 എന്നിടാം, കാരണം അതിൻ്റെ ഓർഡർ മാറിപ്പോണ്ടിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എല്ലാ വാല്യൂസും നമ്മൾ ഇട്ടു. ദെൻ അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? 1 വാല്യൂ ഇസ് ഡിസ്കാർഡഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 284. അതിവിടെ 284 വന്നിട്ടുണ്ട്. 284 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർ എൽസ് യു ക്യാൻ പുട്ട് a 0 സിമ്പിൾ. ദെൻ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? there are 1 പ്ലസ് സൈൻ ആൻഡ് 9 നെഗറ്റീവ് സൈൻ. എത്രയാണ്? ഒരു പോസിറ്റീവ് സൈനും ബാക്കി മൊത്തം നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മൾ എണ്ണിയെടുത്തു, ഒരു പോസിറ്റീവും 9 നെഗറ്റീവുമാണ് ഉള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുമ്പോൾ ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് n എത്രയാണ്? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അത് എത്രയാണ്? 10 ആണ്. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്നതാണ് n എന്ന് പറയുന്നത്. എത്രയാണ്? 10 ആണ്. ദെൻ p നമുക്കറിയാം 1/2 ആണ്. q എന്തായിരിക്കും? q 1/2 ആയിരിക്കും. ദെൻ അതിനുശേഷം ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ കിട്ടി. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പം നമുക്കറിയാം സിഗ്നിഫിക്കൻസ് ലെവൽ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 5% എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 0.05 നമുക്ക് ആൽഫ വാല്യൂ കിട്ടും. ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്കറിയണം എത്ര ഔട്ട്കംസ് ആണ് നമുക്ക് കിട്ടേണ്ടതെന്ന്. നമ്മൾ എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പം നമുക്കിങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് സൈനും ബാക്കി 9 നെഗറ്റീവ് സൈനുമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഒരു പോസിറ്റീവ് സൈന് വരാനുള്ള പ്രോബബിലിറ്റിയും ഒന്നും വരാണ്ടിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഒന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ആൻഡ് ഒന്നും കിട്ടാണ്ടിരിക്കാനുള്ള പ്രോബബിലിറ്റി. അതാണ് നമ്മളിവിടെ എന്താ ചെയ്തേക്കുന്നത്? 10C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കിട്ടാനുള്ള പ്രോബബിലിറ്റി പ്ലസ് ഒന്നും കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അതായത് 284 എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും അത് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും കൂടെയാണ്. അതിൻ്റെ സമ്മാണ് നമ്മൾ എന്ത് കാണും? ബൈനോമിയലിൽ കാണുന്നത്. അപ്പം n എത്രയാണെന്നറിയാം? 10 ആണ്. p 1/2, q 1/2. ദെൻ 10C 1 ആണ്. ഓക്കെ, ദെൻ p എന്ന് പറയുന്നത് എന്താണ്? p സക്സസ് ആണ് 1. q എന്ന് പറയുന്നത് എന്താണ്? ഫെയിലിയർ ആണ് 9. ഒന്നും ബിലോ വരാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് എത്ര കിട്ടി? നമുക്ക് അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എത്ര ഫൈനൽ ആൻസർ? ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാം, കാരണം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചതാണ്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി ആൻസർ എത്ര കിട്ടി? 0.001 എന്ന് നമുക്ക് കിട്ടി. 0.01 എന്ന് നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി നമ്മൾ എങ്ങനെ ഡിസിഷനിലേക്ക് പോകുന്നു? വാല്യൂ ഈസ് ലെസ് ദാൻ ആൽഫ വാല്യൂ എത്രയാണ്? 0.05 ആണ്. നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എത്രയാണ്? 0.01 ആണ്. 0.01 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. വി ആർ അക്സെപ്റ്റിംഗ് ദ നൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താ പറഞ്ഞേക്കുന്നത്? H0 ഈസ് ലെസ് ദാൻ 284 എന്നാണ് പറഞ്ഞേക്കുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നമ്മളത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആ ഗോൾഫേഴ്സിലെ ആവറേജ് എന്ന് പറയുന്നത്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? പ്ലേയിങ് 4 റൗണ്ട് ഓഫ് ഗോൾസ്. ഇതെന്ത് ചോദിച്ചത്? സയൻറ്റിസ്റ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ടു നൾ ഹൈപ്പോത്തസിസ് പ്രൊഫഷണൽ ഗോൾഫിൻ്റെ ആവറേജ് ആണ് ചോദിച്ചേക്കുന്നത്. ഗോൾഫ് കളിക്കുന്ന ആൾക്കാരുടെ ആവറേജ് എത്ര വാല്യൂ വരുന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ വി ക്യാൻ സീ ആവറേജ് എന്ത് തന്നെയായിരിക്കും? എപ്പോഴും ലെസ് ദാൻ 284 ആയിരിക്കും വരിക. കാരണം എന്താ? നമ്മുടെ ഇവിടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് വരിക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ടെക്സ്റ്റിൽ വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ.